ഈ രാമകൃഷ്ണൻ നേരത്തെ താങ്കൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഒട്ടേറെ പ്രതികരണങ്ങളായി എന്ന് എനിക്കറിയാം. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ വിഷയത്തിലാണ് താങ്കളുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. നമ്മളോട് നേരത്തെ പ്രതികരിച്ചതാണ്. ഇത് വലിയ വിവാദമാകുന്നു. താങ്കൾക്ക് പിന്തുണയുമായി സമൂഹം ഒന്നടങ്കം താങ്കൾക്കൊപ്പമുണ്ട് എന്നുള്ളതും വ്യക്തമാണ് ഇതിനോടകം തന്നെ. അപ്പോൾ അതിനുശേഷം നമ്മൾ പ്രതികരണം തേടിക്കൊണ്ട് കലാമണ്ഡലം സത്യഭാമയുടെ അടുത്തേക്ക് പോകുമ്പോൾ പിന്നെ കാണുന്നതാണ് രണ്ടാമത് നമ്മൾ കേൾപ്പിച്ചത്. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. താങ്കൾ അതിനോടുള്ള താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? ഇത് ഒന്ന് അവർ പറയുന്നത് ഇത് ആരെ ഉദ്ദേശിച്ചാണ് എന്നത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്? മാധ്യമങ്ങളുടെ വ്യാഖ്യാനം മാത്രമാണ് എന്നാണ് ഇപ്പോൾ കലാമണ്ഡലം സത്യഭാമ പറയുന്നത്. ഈ ചാലക്കുടിയിൽ ഇങ്ങനെ ഒരു കലാകാരൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഞാൻ എവിടെ പേര് പറഞ്ഞു, നിങ്ങൾക്കത് എങ്ങനെ പ്രൂവ് ചെയ്യാൻ കഴിയും? ഇതാണ് ചോദ്യം. ഇതിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായത് ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരൻ എന്ന് പറയുന്നത് ആരാണെന്ന് ഏവർക്കും അറിയാം. അതുപോലെ തന്നെ മറ്റൊരു വിഷയം പറയുന്നുണ്ട് അവർ, അതായത് സംഗീത നാടക അക്കാദമിയിൽ KPSC ലളിതയുമായി വാഗ്വാദത്തിലേർപ്പെട്ട മോഹിനിയാട്ട കലാകാരൻ എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ മറ്റൊരു കാര്യം, അവർ എനിക്കെതിരെ കേസ് കൊടുത്തതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ് ഇത് എന്നെ പറ്റിയിട്ടുള്ളതാണ് എന്നുള്ളൊരു കാര്യം. അതിനേക്കാൾ അപ്പുറം ഇനി ഞാൻ അല്ലെങ്കിൽ ഞാൻ എന്നുള്ള വ്യക്തിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു സമൂഹത്തിലെ അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിലെ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്ന ഒരു പുരുഷ നർത്തകൻ എന്നുള്ള രീതിയിൽ ഇവർ നടത്തിയിട്ടുള്ള പരാമർശം അത് കേരളത്തിലെ പുരുഷ നർത്തകർക്ക് അപമാനമാകുന്ന രീതിയിലാണ്. അതോടൊപ്പം തന്നെ കേരള സമൂഹത്തിലെ അല്ലെങ്കിൽ ഈ നൃത്തം അവതരിപ്പിക്കുന്ന കറുത്ത വർഗത്തിൽപ്പെട്ട ആണിനും പെണ്ണിനും ഒരുപോലെ ബാധകമാകുന്ന രീതിയിലാണ് ഇവർ സംസാരിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ എന്നതിനപ്പുറത്തേക്ക് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം എനിക്ക് പുറകെ വരുന്ന അല്ലെങ്കിൽ കറുത്തവർ എന്ന് പറയുന്ന, പ്രത്യേകിച്ച് അടിവരട്ട് പറയുന്നു കാക്കയെ പോലെ കറുത്തവർ എന്ന്. അപ്പോൾ ഈ കറുത്തത് എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. കറുത്തത് അവർണമാണ്, വെളുത്തത് സവർണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ജാതിയിലേക്ക് തന്നെയാണ് പറയുന്നത്. ഈ പറഞ്ഞ ആള് എന്താ പറയുക, കോടതീയ നടപടികളെ അല്ലെങ്കിൽ നിയമ സംഹിതകളെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ളതെന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഇവർ പേര് പറയാതെയും അല്ലെങ്കിൽ ജാതി പറയാതെയും മനഃപൂർവ്വം ജാതിയിലേക്കും പേരിലേക്കുമൊക്കെ തെറിക്കാവുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഈ കാര്യം പുറത്തു പറഞ്ഞിട്ടുള്ളത്. ഒരു സമൂഹത്തിലെ കലാകാരൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ ഒരു ദളിതനായിട്ടുള്ള ഞാൻ ഈ സമൂഹത്തിൽ നൃത്തം പഠിക്കുന്ന കറുത്ത വർഗത്തിൽപ്പെട്ട എല്ലാ നർത്തകന്മാർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശബ്ദം ഉയർത്തുന്നത്. ഇതിനപ്പുറത്തേക്ക് വളരെ വ്യക്തമാണ് ആ ചാനലിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ മുഴുവനും ഇത് കലാഭവൻ മണിയുടെ അനുജനെ പറ്റിയിട്ടുള്ളതാണ് എന്നുള്ള ചർച്ചകൾ മുഴുവനും അതിനടിയിലെ കമൻസുകളായിട്ട് വരുന്നു. അപ്പം നമ്മൾ കേരളത്തിലുള്ള അരി ഭക്ഷണം കഴിക്കുന്ന ഏതൊരാൾക്കും വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും, ഇത് കലാഭവൻ മണിയുടെ അനുജൻ എന്ന ഡോക്ടർ RLV രാമകൃഷ്ണൻ എന്ന മോഹിനിയാട്ട നർത്തകനെ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയോളൂ. കേരളത്തിൽ തന്നെ വളരെ റയറായിട്ടുള്ള മോഹിനിയാട്ട നർത്തകരേ ഉള്ളൂ. അതിൽ ഞാൻ പറയുന്നു, ഞാൻ തന്നെയാണ് കറുത്ത മോഹിനിയാട്ടക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഇവരെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇവര് മത്സരത്തിന് പോയ കഥകളും രാമകൃഷ്ണൻ കലാമണ്ഡലം സത്യഭാമ പറയുന്ന ഒരു കാര്യം, മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നത് മോഹിനിയാകണം, മോഹനനാകരുത് എന്നതാണ് പിന്നീട് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ അവർ നേരത്തെ പറഞ്ഞു വെക്കുന്നത് സൗന്ദര്യമുള്ള പുരുഷന്മാരുണ്ടല്ലോ അവർക്ക് കളിക്കാം എന്നും പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ എതിർപ്പ് യഥാർത്ഥത്തിൽ എന്തിലാണ് എന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമായി വരികയല്ലേ? ഇത് പുരുഷൻ മോഹിനിയാട്ടം കളിക്കുന്നതിലല്ല, സൗന്ദര്യമുള്ള പുരുഷന് വേണമെങ്കിൽ മോഹിനിയാട്ടം കളിക്കാം, അതിലവർക്ക് എതിർപ്പില്ല എന്ന് തോന്നുന്നു. അതെ, ഇത് ശരിക്കും ഇത് ഞാൻ പറഞ്ഞല്ലോ, എന്നോടുള്ള അല്ലെങ്കിൽ ഈ കറുത്ത വർഗത്തിൽപ്പെട്ട നർത്തകർ മുകളിലേക്ക് വരുന്നുള്ള പ്രശ്നം തന്നെയാണ്. ഈ മോഹനൻ എന്നുള്ള വാക്ക് ഇവരെന്നെ വിളിക്കുന്നത് ഞാൻ 2016 കേരള ടൂറിസത്തിൻ്റെ പ്രോഗ്രാമിന് നൃത്തപരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഞാനൊരു അപേക്ഷ വെച്ചിരുന്നു കേരള സർക്കാരിലേക്ക്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സെലക്ഷൻ കമ്മിറ്റിയിൽ അന്ന് ഇവർ സെലക്ഷൻ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അങ്ങനെ ഇവർ എൻ്റെ അപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് ഇവർ ആദ്യം തന്നെ സംസാരിക്കുന്നത്, ഞാൻ ആരാണെന്ന് എന്താണെന്ന് പറയാതെ, ഹലോ നീ എന്ന മോഹനനായത്,
നീ എന്നാ മോഹിനിയാട്ടക്കാരനായി, നിനക്ക് കേരളത്തിലെ ഏത് സ്ഥാപനത്തിൽ നിന്നാണ് മോഹിനിയാട്ടം പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരുമാതിരി പ്രകോപനം തുളുമ്പുന്ന രീതിയിലുള്ള സംഭാഷണമാണ് ആദ്യത്തെ തന്നെ കൂടിക്കാഴ്ച എന്നല്ല, ഒരു ഫോൺ സംഭാഷണത്തിലൂടെ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇവർക്ക് അപ്പം മുതൽ ഞാൻ ആണുങ്ങൾ മോഹിനിയാട്ടം ചെയ്യുന്നതും അതുപോലെ തന്നെ കേരള കലാമണ്ഡലത്തിന് പുറത്ത് നിന്ന് RLV കോളേജിൽ നിന്നും ഞാൻ കേരള കലാമണ്ഡലത്തിലേക്ക് MPhil PhD പഠിക്കാൻ വേണ്ടി കേരള കലാമണ്ഡലത്തിലേക്ക് ചെല്ലുമ്പോൾ ഇവർ അവിടുത്തെ ഭരണസമിതി അംഗമായി വരികയും എന്നോട് ഞാൻ ചെയ്യുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും ഒരു ഒട്ടും നല്ലതല്ലാത്ത രീതിയിലുള്ള സംഭാഷണങ്ങളും നിൻ്റെ PhD പ്രബന്ധം ഒന്ന് കാണണം എന്നുള്ള രീതിയിൽ വളരെ മോശമായ രീതിയിലാണ് എന്നോട് എപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവിടെ ഒരു സെമിനാർ നടന്ന സമയത്ത് എന്നോട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മൂലം ഞാൻ ഇവരുമായിട്ട് അല്ലെങ്കിൽ ഇവരെന്നെ നിരന്തരം ഇങ്ങനെ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോടതീയ നടപടികളിലടക്കം നമുക്ക് പോവേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവർ അവിടെ നിന്ന് പുറത്തു പോവുകയും എനിക്കെതിരെ ഒരു 3 കേസ് കൊടുത്തുകൊണ്ട് ഒരേ കാര്യം പറഞ്ഞുകൊണ്ട് 3 കേസ് കൊടുക്കുന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ ഇങ്ങനെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഇത്രയും താഴേക്കിടയിലുള്ള ഒരാൾ ഇത്രയും കഷ്ടപ്പെട്ട് മോഹിനിയാട്ട രംഗത്ത് ഇത്രയും ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും നേടിയതിൻ്റെ പുറകിലും ഇവരൊരു CCRT ഫെലോഷിപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഈ CCRT ഫെലോഷിപ്പിൽ ഞാനും ഇവരും ഒരേ സമയം അപേക്ഷിതരായിരുന്നു. അപ്പോൾ ആ വർഷത്തെ CCRT ഫെലോഷിപ്പ് എനിക്കാണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇവർ പറയുന്നത് നമ്മൾ പിൻവാതിലിലൂടെ അല്ലെങ്കിൽ റെക്കമെൻഡേഷനിലൂടെയാണ് ഇതൊക്കെ നേടുന്നതെന്നും അവാർഡുകളൊക്കെ കരസ്ഥമാക്കുന്നതൊക്കെ വളരെ അവ്യക്തമായി തന്നെ, അല്ലെങ്കിൽ എല്ലാവരോടും പത്മശ്രീ അടക്കമുള്ള അവാർഡുകൾ നേടുന്നത് എല്ലാവരും ഇത്തരത്തിലാണെന്നുള്ള രീതിയിൽ അവാർഡ് നേടിയ ആൾക്കാരെ വരെ അപമാനിക്കുന്ന രീതിയിലാണ് ഇവർ സംസാരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ കൃത്യമാണ് ഇത് നമ്മളെ തരം താത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇത്രയും ബിരുദങ്ങൾ ഉണ്ടായിട്ടും ഇവർ പറയുന്നത് ഞാൻ എവിടെന്നോ പഠിച്ചു വന്നിട്ടുള്ളൊരു കല ആണ് ഞാൻ അവതരിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇവർ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെയും ഒരു എന്താ പറയുക ദളിതനായിട്ടുള്ള ഒരാളെ ഇത്രയും പഠിച്ച് നമ്മൾ സമൂഹത്തിൽ ഇങ്ങനെ എത്തുമ്പോൾ നമ്മളെ ഇകഴ്ത്തി കാണിക്കുന്ന രീതിയിൽ നമ്മുടെ പെർഫോമൻസിനെയും നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ മോഹിനിയാട്ടത്തിന് ചേരുന്നവനല്ല, ഇവൻ കറുത്തവനാണ്, ഇവൻ കാലാഗത്തി വെച്ച് നൃത്തം ചെയ്താൽ അരോചകത്വം തോന്നും, അല്ലെങ്കിൽ എൻ്റെ പെറ്റ അമ്മ വരെ സഹിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബത്തിനെ വരെ അപമാനിക്കുന്ന രീതിയിലാണ് ഇവർ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കണം, കഥകളിയും കൂടിയാട്ടവുമായിട്ടുള്ള കേരളീയ കലാരൂപങ്ങൾ പുരുഷന്മാർ തന്നെ കാലാഗത്തി, അതായത് നൃത്തത്തിൻ്റെ സാങ്കേതിക രൂപത്തിൽ പറയുകയാണെങ്കിൽ അരമണ്ഡലത്തിൽ അല്ലെങ്കിൽ കാലുവട്ടത്തിൽ വച്ചിരിക്കുന്നത് കഥകളിലും കൂടിയാട്ടത്തിലും ഭരതനാട്യത്തിലും ഒക്കെ സർവ്വസാധാരണമാണ്. അപ്പോൾ ഞാനെന്ന് പറയുന്ന ഒരാൾ മാത്രം മോഹിനിയാട്ടം അല്ലെങ്കിൽ പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുമ്പോൾ കാലാഗത്തി വെച്ച് നൃത്തം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അരോചകത്വം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. ആ അരോചകത്വം അവരുടെ മനസ്സിൻ്റെ അരോചകത്വം തന്നെയായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് താഴേക്കിടയിലുള്ള ആളുകൾ ഈ നൃത്തമേഖലയിൽ ഉയർന്നു വരുന്നതിൻ്റെ ഏറ്റവും വലിയ അസൂയ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിൽ ഒരു ഉദാഹരണം ഒക്കെ ചൂണ്ടിക്കാട്ടി അവർ പറയുന്നത്, കുറച്ച് സൗന്ദര്യമുള്ള ആളുകൾ മോഹിനിയാട്ടത്തിലേക്ക് വന്നാലേ ഭംഗി ഉണ്ടാവുകയുള്ളൂ, ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് കൂടുതലും. ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് പൂതനാമോക്ഷമാണ്. പൂതന കൃഷ്ണൻ്റെ അടുത്ത് വന്ന് കൃഷ്ണനെ കൊല്ലാൻ നോക്കുന്നത് എങ്ങനെയാണ്, അത് വിഷം തേച്ച് കൊല്ലാൻ എന്നുള്ളതാണല്ലോ അതിൻ്റെ കഥ. ഇതൊരു പ്രായപൂർത്തിയായ പുരുഷൻ ചെയ്യുന്നതും കാണാൻ ഭംഗിയുള്ള ഒരു സ്ത്രീ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നു. ഇതൊക്കെ കണക്കാക്കിയാണ് താൻ പറയുന്നത്. അതായത് ആ കലാരൂപത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് അങ്ങനെ. അതിൽ ഇപ്പോൾ സെക്സ് രൂപേണയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ മോഹിനിയാട്ടത്തിലുണ്ട്. അവിടെ സൗന്ദര്യം എന്നുള്ളതൊരു മാനദണ്ഡം തന്നെയാണ്. പെൺകുട്ടികൾ തന്നെ അത് ചെയ്യണം എന്നുള്ളതാണ് അഭിപ്രായം. അത് ആ കലാരൂപത്തിൻ്റെ പ്രത്യേകത കൂടിയാണ് എന്ന് അവർ പറഞ്ഞു വയ്ക്കുമ്പോൾ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ രംഗത്ത് താങ്കൾ ഇത് പരിണിതപ്രജ്ഞൻ കൂടിയായ ഒരാളാണ്. അപ്പോൾ അത് ആ തരത്തിലേക്ക് താങ്കൾക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലും ഒരു നാട്യശാസ്ത്ര ഗ്രന്ഥത്തിലും മോഹിനിയാട്ടം സ്ത്രീകൾ മാത്രം നൃത്തം ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു വച്ചിട്ടില്ല. തന്നെയുമല്ല, ഈ മോഹിനിയാട്ടം പഠിപ്പിച്ചതും ഇതിൻ്റെ ഉത്ഭവവും ചരിത്രത്തിൽ മുഴുവനും പുരുഷന്മാരാണ് ഇതിൻ്റെ നൃത്താധ്യാപകർ. അതോടൊപ്പം തന്നെ ഈ മോഹിനിയാട്ടം അധപതിച്ചു പോയതിനു ശേഷം കേരള കലാമണ്ഡലത്തിലൂടെ മഹാകവി വള്ളത്തോൾ എന്ന നവോത്ഥാന നായകൻ ഈ മോഹിനിയാട്ടത്തെ പുനരുജ്ജീവിപ്പിച്ചപ്പോൾ ഈ കലാരൂപത്തിന് മോഹിനിയാട്ടം എന്നുള്ള പേര് നല്ലതല്ല എന്നും ഇതിന് ഏറ്റവും ഉചിതമായ പേര് കൈരളി നൃത്തമാണ് എന്ന് കൃത്യമായി അദ്ദേഹം കേരള കലാമണ്ഡല ചരിത്ര പുസ്തകത്തിലടക്കം നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു വസ്തുതയാണ്.
എന്നിട്ടും ഇവിടെ ഈ കലാരൂപത്തിനെ മോഹിനിയാട്ടം എന്നുള്ള പേരിൽ ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും വിളിച്ചു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിൽ ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി, ഒരു നർത്തകൻ അല്ലെങ്കിൽ നർത്തകി എന്നുള്ള ഒരു കലാകാരൻ ഏത് തരത്തിലുള്ള ഭാവത്തെയും ഉൾക്കൊള്ളാൻ കഴിവുള്ള കലാകാരന്മാരായിരിക്കണം. ഈ പൂതനാമോക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ അടുത്ത് യൂട്യൂബിലും അല്ലെങ്കിൽ റീൽസിലുമെല്ലാം എൻ്റെ പൂതനാമോക്ഷത്തിൻ്റെ ഒരു വീഡിയോ വളരെ വൈറലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പൂതനാമോക്ഷം എന്നുള്ള ഒരു അവസ്ഥ കഥകളിയിലും കലാകാരന്മാർ സ്ത്രീവേഷം കെട്ടിട്ടാണ് കലാകാരന്മാർ കഥകളി പൂതനാമോക്ഷം ചെയ്യുന്നത്. മനസ്സിലായോ? അത് ഏതൊരു കലാകാരനായാലും ആ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ചെയ്യുകയാണെങ്കിൽ അതിമനോഹരമായി തീരും. അതിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ലാതെ തന്നെയാണ് കലയിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കേണ്ടത്. പകർന്നാടുക താങ്കൾ എൻ്റെ ഒരു സംശയമാണ് ശ്രീ RLV രാമകൃഷ്ണൻ, താങ്കൾ ഇത് ഈ പഠിക്കുന്ന അധ്യയന സമയത്തൊക്കെ ഇത് ഈ തരത്തിലേക്ക് എന്തെങ്കിലും അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഏതെങ്കിലും അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥ അത് അവതരിപ്പിക്കുമ്പോൾ അത് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉള്ളതുപോലെയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ താങ്കൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഈ മോഹിനിയാട്ടം എന്ന കേരളീയ കല, ഞാനൊരു കേരളീയനാണ്, അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൻ്റെ ശാസ്ത്രീയ കല എനിക്ക് പഠിക്കണം, എനിക്ക് കളിക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നൃത്തം അവതരിപ്പിക്കുമ്പോഴും പഠിക്കുമ്പോഴും എൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള RLV ആനന്ദ്, അതുപോലെ കലാവിജയൻ, ഈ തവണത്തെ കേന്ദ്ര സംഗീതനാടക അക്കാദമി അവാർഡ് വിന്നറാണ് കലാവിജയൻ, പിന്നെ കാലടി സംസ്കൃത സർവകലാശാലയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഐഷ, ഇവരൊക്കെ പറയുന്നത് രാമകൃഷ്ണൻ ആൺവേഷത്തിൽ തന്നെ നൃത്തം ചെയ്താൽ മതി. കാരണം ആൺവേഷത്തിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗന്ദര്യം അത് പെൺവേഷം കെട്ടി ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് ഇത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആൺവേഷത്തിൽ തന്നെ രാമകൃഷ്ണൻ നൃത്തം അവതരിപ്പിച്ചാൽ മതി. അതിൽ ഒരു ഭാവവ്യത്യാസം നമ്മുടെ കഴിവാണത്. നമ്മൾ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ അവതരിപ്പിക്കുമ്പോഴും ഒരു പുരുഷനെ സ്ത്രീ അവതരിപ്പിക്കുമ്പോഴും അതിൻ്റെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു നടൻ്റെ അല്ലെങ്കിൽ ഒരു നർത്തകൻ്റെ കർത്തവ്യം. അത് വളരെ നല്ല രീതിയിൽ പ്രയോക്താവ് പ്രേക്ഷകന് കൊടുക്കുമ്പോൾ പ്രേക്ഷകന് ഉണ്ടാകുന്ന ആനന്ദമാണ് ആ സന്തോഷം അല്ലെങ്കിൽ രസം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഞാൻ അവതരിപ്പിക്കപ്പെട്ട ഏത് വേദിയിലും ഞാൻ അവതരിപ്പിച്ച മോഹിനിയാട്ടത്തിന് എൻ്റെ മുമ്പിലുള്ള പ്രേക്ഷകർ രണ്ട് കൈനീട്ടി സ്വീകരിക്കുകയും അഭിനന്ദനങ്ങളും കയ്യടികളും കൊണ്ടും വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ അവതരിപ്പിച്ച വേദികളിൽ നിന്നെല്ലാം തിരിച്ചു പോരുന്നത്. അതുകൊണ്ട് മോഹിനിയാട്ടത്തിലെ ഒരു സങ്കേതം അവതരിപ്പിക്കുന്നതിന് പെണ്ണാവണം എന്നുള്ള നിയമം ഒരു നാട്യശാസ്ത്ര ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. അതല്ല അവരുടെ പ്രശ്നം എന്നുള്ളതും വ്യക്തമാണ്. ഞാനത് ഈ ചില ഉദാഹരണങ്ങൾ അവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് താങ്കളോട് ആ ചോദ്യം ചോദിച്ചത്. കാരണം ഇത് സ്ത്രീകൾ മാത്രം അവതരിപ്പിക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞ് അവർക്ക് അവസാനിപ്പിക്കാമല്ലോ. പക്ഷേ അങ്ങേയറ്റം അധിക്ഷേപകരമായ പരാമർശം നടത്തുന്നു, കാക്ക, കറുപ്പ് തുടങ്ങിയ കാര്യങ്ങൾ, പിന്നീട് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെയുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തുന്നു. അതൊന്നും നമുക്ക് ഒരു കാലത്തും പൊറുക്കാൻ കഴിയാത്ത പരാമർശങ്ങൾ കൂടിയാണ്. അപ്പോൾ ഇത് തികച്ചും വ്യക്തിപരമായ ഒരു പരാമർശം തന്നെയാണ് അവർ നടത്തിയിട്ടുള്ളത് എന്ന് താങ്കൾ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുകയാണോ? ഈ നേരത്തെ അവരുടെ അടുത്ത വിശദീകരണം നമ്മളത് പ്ലേ ചെയ്തിരുന്നല്ലോ, അപ്പോൾ അത് പറഞ്ഞതിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അവർ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും താങ്കൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു അത് വ്യക്തിപരമായ ഒരു പരാമർശമാണ്, അത് താങ്കൾക്കെതിരെ നടത്തിയതുമാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം അത് കേൾക്കുന്ന ഏതൊരു മനുഷ്യബോധമുള്ള ഒരാൾക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും കൃത്യമായിട്ട്. പിന്നെ ഈ ഏതോ ഒരു കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചർച്ചയിൽ എൻ്റെ പേര് വരേണ്ട കാര്യം എന്താണ്? ആ ഇൻ്റർവ്യൂ നടത്തുന്ന ചാനലും ആ ചാനൽ നടത്തുന്ന ആളും അഭിമുഖം ചെയ്യുന്ന ആളും തമ്മിൽ കൃത്യമായിട്ട് ഒരു സംസാരം ഉണ്ടായതിനു ശേഷമാണ് ഞാൻ ഇന്ന മാതിരിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, അപ്പോൾ നിങ്ങൾ ഇന്ന ആളുടെ പേര് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ. നമുക്കറിയാം, ഒരു ചാനൽ ചർച്ച ചെയ്യുമ്പോൾ ഒരു വ്യക്തിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വളരെ ബോധത്തോടു കൂടി മനസ്സിലാക്കിയതിന് ശേഷം ആസൂത്രിതമായി ഉണ്ടാക്കിയ ഒന്നാണ് ജാതി പറയാതെ ജാതി പറയുകയും പേര് പറയാതെ പേരെടുത്ത് പറയുകയും ചെയ്യുന്ന ഈ ഇൻ്റർവ്യൂ എന്ന് കാണുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. കാരണം ഇതിൻ്റെ ആദ്യ പകുതി 20 മിനിറ്റോളം വരെ ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല സംസാരിക്കുന്നത്. 20 മിനിറ്റിന് ശേഷമാണ് ഇത്തരം കാക്കയെ പോലെ കറുത്തവൻ എന്നും ഒക്കെ പറയുന്നത്. ഞാനൊരു കാര്യം വെല്ലുവിളിക്കുകയാണ്, ഇവർക്ക് ധൈര്യമുണ്ടോ ഈ കാക്കയെ പോലെ കറുത്തവൻ ആരാണെന്നും അല്ലെങ്കിൽ ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരൻ ആരാണെന്നും ഇത്രയും ധൈര്യം പകർത്താറ് ചാനലുകൾ സംസാരിക്കുന്ന ഇവർക്ക് ആ പേര് പറയാനുള്ള ആർജവം കൂടെ കാണിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.
അതെ, ആ ഒരു പേര് ഇത് ആർക്കെതിരെയാണ്? ഇപ്പോൾ താങ്കൾക്കെതിരെ അല്ലെങ്കിൽ പിന്നെ ഇത് ആർക്കെതിരെ എന്നുള്ള ചോദ്യത്തിന് അവർ മറുപടി പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്നിപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനു മുൻപും അവരിൽ നിന്ന് ഇത്തരത്തിലേക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. പക്ഷേ ഇന്നിപ്പോൾ അവർ പറയുന്നത് ആരാണ് RLV രാമകൃഷ്ണൻ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഒരു പരിചയവുമില്ല, അയാളുമായി പ്രശ്നമുണ്ടോ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ എന്നാണ് മാധ്യമപ്രവർത്തകരോട് പിന്നീട് സത്യഭാമ പറഞ്ഞിട്ടുള്ളത്. അതെ, അപ്പോൾ ഈ RLV രാമകൃഷ്ണൻ ആരാണെന്ന് അറിയാണ്ടാണോ ഇവർ കേസൊക്കെ കൊടുക്കണേ? RLV രാമകൃഷ്ണനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. എന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പിന്നെ പോലീസ് സ്റ്റേഷനിൽ, കോടതിയിൽ ഒക്കെ കയറ്റി ഇറക്കുന്ന ഒരു വ്യക്തിയാണ് ഇവർ. അപ്പോൾ RLV രാമകൃഷ്ണൻ്റെ അഡ്രസ്സും അറിയാത്ത അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവർ തന്നെ പറയുന്നുണ്ട് പല ഇൻ്റർവ്യൂകളും എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇവർ എന്തുകൊണ്ടാണ് ഇത് പറയാത്തത്? അവർക്കറിയാം ഇത് പിന്നെ കോടതീയമായ നടപടികളിലേക്ക് പോകും, ജയിലിൽ അടയ്ക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഇത്തരം കാര്യങ്ങൾ പുറത്ത് പറയാൻ നിൽക്കുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാലോ, ഇത്തരം സംസാര വിഷയങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയട്ടെ അവർ. നമുക്കിപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇവർ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഏതൊരാൾക്കും അറിയാം ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരൻ ആരാണെന്നും KPCL വാഗ്വാദത്തിൽ തർക്കത്തിലുണ്ടായിട്ടുള്ള മോഹിനിയാട്ട നർത്തകൻ ആരാണെന്നും എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്ക് എന്ന പോലെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ആരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്.